സാഹസം എന്നൊരു മൂവി ഉണ്ട്. സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ബിബിൻ കൃഷ്ണയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ പ്ലേയും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു മെയിൻ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് കൊണ്ടാണ് നമ്മൾ സിനിമ കുറച്ച് സ്ഥലത്ത് ലാഗ് വരുന്നുണ്ടെങ്കിലും ലെങ്ത് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിരിക്കുന്നത് ഇവരുടെ പെർഫോമൻസ് കൊണ്ടാണ്. ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് റംസാൻ ആണ്. നായികയായിട്ട് വരുന്നത് ഗൗരിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രിയും ഇവരുടെ പെർഫോമൻസും നല്ല രസമുണ്ടായിരുന്നു സിനിമയിൽ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ബാബു ആന്റണി ചെയ്ത ഡോണിന്റെ കഥാപാത്രമാണ്. അപ്പൊ ചില സിറ്റുവേഷനിൽ ഒരു നിസ്സഹായാവസ്ഥയിലുള്ള പുള്ളിയുടെ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ബാബു ആന്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് വരുമ്പോഴും ബാബു ആന്റിയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് പീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജു ഉണ്ട് ഈ സിനിമയിൽ. ബൈജുവും അത്യാവശ്യം നല്ലൊരു റോൾ തന്നെയാണ്. ബൈജുവിന്റെ കൂടെ ഒരു പയ്യനുണ്ട്. പിന്നെ ഭഗത്ത് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരുപാട് കോമഡി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ ആ പെർഫോമൻസും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശബരീഷ് ഒരു കോഴിയുടെ റോളിലാണ്. പുള്ളി അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പപ്പന്റെ റോൾ ചെയ്ത പയ്യനും അടിപൊളിയായിരുന്നു. പിന്നെ നരേൻ ചെയ്തൊരു പോലീസ് ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഭംഗിയായിട്ട് തന്നെ നരേൻ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഹ്യൂമർ ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. സിനിമ നമ്മളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഒരു 2.5 മണിക്കൂർ ഫിലിം ഉണ്ട്. പക്ഷേ ത്രൂ ഔട്ട് സിനിമ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നമുക്കൊരു ഫ്ലോയിൽ കണ്ടിരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് ഈ സിനിമ കാണാൻ കയറിയത്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായ്മയിൽ നിന്നും എനിക്കൊരു വാച്ചബിൾ മൂവി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്.